വൈദ്യുതി ബോർഡിന്റെയും ഊർജ്ജ വകുപ്പിന്റെയും എതിർപ്പ് മറികടന്ന് പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ചെറുകിട വൈദ്യുതി പദ്ധതി 25 വർഷത്തേക്ക് കൂടി സ്വകാര്യ കമ്പനിക്ക് വിട്ടുനൽകാൻ തീരുമാനിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തീരുമാനമെന്നാണ് സൂചന. തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയും വൈദ്യുതി ബോർഡ് ചെയർമാനും ബോർഡിന് ലാഭകരമായ പദ്ധതി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഫലം കണ്ടില്ല. BOT കരാർ പ്രകാരമുള്ള പദ്ധതിയുടെ കാലാവധി നീട്ടി നൽകുന്നത് തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കുമെന്ന അഭിപ്രായമുയർന്നു. വ്യവസായം കൊണ്ടുവരാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ ആവശ്യമാണെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മുരുകപ്പ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിനാണ് 12 കിലോവാട്ട് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല സർക്കാർ നീട്ടി നൽകിയത്. 1991 വൈദ്യുതി ബോർഡും കമ്പനിയും തമ്മിലുള്ള കരാർ പ്രകാരം ഉൽപാദനം ആരംഭിച്ച് 30 വർഷം പൂർത്തിയാക്കുമ്പോൾ പദ്ധതി പൂർണ്ണമായും വൈദ്യുതി ബോർഡിന് കൈമാറണം. 1994 ഡിസംബർ 29 പൂർണ്ണശേഷിയിൽ ഉൽപാദനം തുടങ്ങിയത്. ഇതനുസരിച്ച് 2024 ഡിസംബർ മുതൽ പദ്ധതി വൈദ്യുതി ബോർഡിന് അവകാശപ്പെട്ടതാണ്. അധിക ചെലവില്ലാതെ വർഷം 25 കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന പദ്ധതിയാണ് ഇതിലൂടെ വൈദ്യുതി ബോർഡിന് നഷ്ടമായത്. വർഷം മുഴുവൻ ജലലഭ്യതയുള്ള പദ്ധതിയിൽ നിന്ന് 3000 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആദ്യം 10 വർഷത്തേക്കും പിന്നീട് 15 വർഷത്തേക്കും കരാർ നീട്ടി നൽകണമെന്നാണ് കമ്പനി ആവശ്യപ്പെട്ടിരുന്നത്. 2018-19 പ്രളയ സമയത്ത് കമ്പനി നടത്തിയതായി പറയുന്ന അധിക നിക്ഷേപം കണക്കിലെടുത്താണ് കരാർ നീട്ടി നൽകാൻ ആവശ്യപ്പെട്ടത്. കരാറിൽ ഇതിന് വ്യവസ്ഥയില്ലാത്തതിനാൽ ഇത് അംഗീകരിക്കേണ്ടെന്ന് വൈദ്യുതി ബോർഡ് സർക്കാരിനെ അറിയിച്ചിരുന്നു. കരാർ നീട്ടി നൽകാൻ നീക്കം ആരംഭിച്ചപ്പോൾ തന്നെ വൈദ്യുതി ബോർഡിലെ പെൻഷനേഴ്സ് കൂട്ടായ സമരപരിപാടികളും ആരംഭിച്ചിരുന്നു. മണിയാർ ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സംസാരിക്കുന്നതെന്ന് മന്ത്രി പി. രാജീവ് പറഞ്ഞു. മണിയാറിലുള്ളത് ക്യാപ്റ്റൻ പവർ പ്ലാന്റാണ്. വ്യവസായ സ്ഥാപനത്തിന് ആവശ്യമായ വൈദ്യുതി അവർക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഈ പ്ലാന്റ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ 50% ഉപയോഗിച്ച ശേഷം ബാക്കി വിൽക്കാം. കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് 17% വൈദ്യുതി മാത്രമാണ് മണിയാറിൽ നിന്ന് ലഭിക്കുന്നത്. അത് പൂർണ്ണമായും അവരാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിനുള്ള റോയൽറ്റിയായി KSEBക്ക് യൂണിറ്റിന് 62 പൈസ വീതം ലഭിക്കുന്നുണ്ട്. വൈദ്യുതി ലൈൻ ഉപയോഗിക്കുന്നതിന് 74 പൈസ വീതവും നികുതിയായി 15 പൈസയും നൽകുന്നുണ്ട്. വ്യവസായം നടത്തുന്നതിനുള്ള 3 ഉപാധിയായാണ് ക്യാപ്റ്റൻ പവർ പ്ലാന്റിനെ കാണുന്നത്. ഇത്തരം വ്യവസായം നിലനിർത്താൻ പദ്ധതി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു.